മുത്തശ്ശ ഒരു ചൂടുള്ള വാർത്തയെ ചോർത്തെടുത്തിട്ടുണ്ട്. യുവ ഡോക്ടറെ പീഡിപ്പിച്ച കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. തൃക്കാക്കര പോലീസ് തുടർച്ചയായ രണ്ടാം ദിവസമാണ് കേസുമായി ബന്ധപ്പെട്ട് വേടനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ കസ്റ്റഡിയിൽ കഴിയേണ്ടി വരില്ല. ഇന്നലെ 5 മണിക്കൂറിലേറെയാണ് വേടനെ തൃക്കാക്കര പോലീസ് ചോദ്യം ചെയ്തത്. വേടനെ നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായും വൈദ്യപരിശോധനയ്ക്ക് ശേഷം വേടനെ വിട്ടയക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ന് രാവിലെ 10 കൂടിയാണ് രണ്ടാം ദിവസത്തെ ചോദ്യം ചെയ്യലിനായി വേടൻ ഹാജരായത്. ഈ ലോകത്തിലൊരു പോക്കേ. ഇതിനുശേഷം തുടർ നടപടി ചോദ്യം ചെയ്യൽ മുന്നോട്ട് പോയ ഘട്ടത്തിൽ അല്പസമയം മുമ്പാണ് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. പ്രധാനമായും വേടനെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. പറഞ്ഞു തന്നെ പച്ചക്കള്ളമാണ്. ഇപ്പോൾ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ ചോദ്യം ചെയ്യൽ. അതിൽ അവർ നൽകിയിരിക്കുന്ന പരാതിയോടൊപ്പം തന്നെ ഇവർ നടത്തിയിട്ടുള്ള സംഭാഷണങ്ങളുടെയും ചാറ്റുകളുടെയും എല്ലാം വിവരങ്ങൾ നൽകിയിരുന്നു. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. കൂടാതെ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കൂടാതെ വേടന്റെ എടുത്തിരുന്നു. ഇതിൽ നിന്നെല്ലാം ലഭിച്ച തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2021 മുതൽ 2023 വരെയുള്ള കാലഘട്ടം പലതവണയായി കോഴിക്കോടും അതോടൊപ്പം തന്നെ കൊച്ചി പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു പരാതി. ആ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് ഇപ്പോൾ വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പോലീസുകാർ ഇടി കൊണ്ടിട്ടെങ്കിലും അവനൊന്ന് മര്യാദക്കാരനായാൽ മതിയായിരുന്നു.